നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പ് തുടരുന്നുണ്ട്. ചില ജില്ലകളിലൊക്കെ മഴയ്ക്ക് സാധ്യതയുണ്ട്. ഈ കൊടും ചൂട്, അതിനിടയിൽ മഴ, അത് അല്പമെങ്കിലും മഴ പെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് നോക്കാം. വരുന്ന 3 മണിക്കൂറുകൾ നിർണായകമാണ്. ഏതൊക്കെ ജില്ലക്കാർക്കാണ് വരുന്ന 3 മണിക്കൂറുകൾ നിർണായകം എന്ന് നോക്കാം. അടുത്ത 3 മണിക്കൂറിൽ കേരളത്തിൽ കൊല്ലം, എറണാകുളം, തൃശ്ശൂർ ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഈ ജില്ലകളിലുള്ളവർ ഒറ്റപ്പെട്ടയിടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയാണ്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള മഴയല്ല, നേരിയ മഴയ്ക്കാണ് സാധ്യത. അതുമാത്രമല്ല, ഉയർന്ന താപനില മുന്നറിയിപ്പ് അടക്കം പുറപ്പെടുവിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ വളരെയധികം, പ്രത്യേകിച്ച് ഒരു ജില്ലയിലും മഴ മുന്നറിയിപ്പില്ല എങ്കിൽ പോലും യെല്ലോ അലർട്ടോ അല്ലെങ്കിൽ ഓറഞ്ച് അലർട്ടോ റെഡ് അലർട്ടോ ആ തരത്തിൽ മഴ മുന്നറിയിപ്പുകളില്ല എങ്കിൽ പോലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഈ 3 ജില്ലകളിൽ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ല എന്നാണ് നിലവിലെ മുന്നറിയിപ്പ് പ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുമാത്രമല്ല, ഇപ്പോൾ ഈ ഒരു ചൂട് കാലം കൂടിയാണ്. അപ്പോൾ ചൂടിൻ്റെ ഉയർന്ന താപനില മുന്നറിയിപ്പ് കൂടി നിലവിൽ നൽകുന്നുണ്ട്. കേരളത്തിൽ അടുത്ത കുറച്ച് ദിവസങ്ങൾ വരണ്ടതും ചൂടേറിയതുമായ കാലാവസ്ഥ തുടരാനാണ് സാധ്യത. പക്ഷേ മാർച്ച് 17 ശേഷം സംസ്ഥാനത്തുൾപ്പെടെ ദക്ഷിണേന്ത്യൻ മേഖലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രങ്ങൾ അറിയിക്കുന്നത്. ചില പ്രദേശങ്ങളിൽ ഇടിയോടും കാറ്റോടും കൂടിയ മഴ കിട്ടാനും സാധ്യതയുണ്ട്. ആവശ്യമായ ജാഗ്രത എല്ലാവരും പാലിക്കണം. മാർച്ച് 17 വരെ സംസ്ഥാനത്ത് പൊതുവെ വരണ്ട കാലാവസ്ഥ ഉയർന്ന താപനിലയുമായിരിക്കും. അതിനുശേഷം മഴ ശക്തമാകാനാണ് സാധ്യത. ഉച്ച സമയങ്ങളിൽ കടുത്ത ചൂട് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സൂര്യാഘാതം, നിർജ്ജലീകരണം പോലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ പൊതുജനങ്ങൾ പ്രത്യേക ജാഗ്രത പാലിക്കുക. പ്രത്യേകിച്ച് രാവിലെ 11 മുതൽ വൈകിട്ട് 3 മണി വരെ നേരിട്ട് സൂര്യപ്രകാശത്തിൽ കൂടുതൽ സമയം ചെലവഴിക്കരുത്. കർഷകരും പൊതുജനങ്ങളും മുന്നൊരുക്കങ്ങൾ സ്വീകരിക്കണം. മാർച്ച് 17 ശേഷം കാലാവസ്ഥയിൽ മാറ്റമുണ്ടാകുകയും മേഘാവൃതമായ അന്തരീക്ഷം രൂപപ്പെടുകയും ചെയ്യും. ഇതിന്റെ ഭാഗമായി കേരളത്തിലെ വിവിധ ജില്ലകളിൽ ഇടിയോടുകൂടിയ മഴ കിട്ടാനുള്ള സാധ്യതയുണ്ട്. ചില സ്ഥലങ്ങളിൽ ശക്തമായ മഴയും കാറ്റും ഉള്ളതിനാൽ എല്ലാവരും വളരെയധികം ജാഗ്രതയോടെ ആയിരിക്കേണ്ടതാണ്. നമുക്ക് കാനഡയിലേക്ക് പോകാം. അവിടെ നിന്ന് വരുന്നൊരു വാർത്ത കൂടി. കനത്ത മഴയ്ക്കുള്ള മുന്നറിയിപ്പിനെ തുടർന്ന് കാനഡയിലെ ഗ്രാൻഡ് റിവർ പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്ക സാധ്യത വർദ്ധിക്കുകയാണെന്ന് അധികൃതർ അറിയിച്ചു. കഴിഞ്ഞ ദിവസം തുടങ്ങി ബുധനാഴ്ച വരെ 20 മുതൽ 40 മില്ലിമീറ്റർ വരെ മഴ കിട്ടുമെന്നാണ് കാലാവസ്ഥ പ്രവചിച്ചിരുന്നത്. ഇതിനെ തുടർന്ന് 6 നേഷൻസ് പ്രദേശത്തും സിറ്റി ഓഫ് കാംബ്രിഡ്ജ് നഗരത്തിലും വെള്ളപ്പൊക്ക മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിരുന്നു. അടുത്ത കാലത്ത് അനുഭവപ്പെട്ട ചൂടും മഴയും ചേർന്നതോടെ പ്രദേശത്തെ മഞ്ഞുപാളികൾ വേഗത്തിൽ ഉരുകുന്ന സാഹചര്യമുണ്ടായി. ഇതിനോടനുബന്ധിച്ച് നദികളുടെ ജലപ്രവാഹം അസാധാരണമായി ഉയർന്നിരിക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.